മാനസസിന് വന്ദനം. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോണത് ഒരു രാജാവ് ഒരു അനാഥ ബാലനെ അനാഥ മന്ദിരത്തിൽ നിന്നും വളർത്താൻ വേണ്ടി കൊണ്ടുവന്ന് അനാഥ മന്ദിരത്തിലിട്ട് വളർത്തുന്ന അനാഥനായ ഒരു രാജാവിൻ്റെ കഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അവിടേക്ക് ഒരു കുതിരവണ്ടിക്ക് രാജാവ് കൊട്ടാരത്തിലേക്ക് എത്തുന്ന അനാഥ ബാലനുമായി എത്തുന്ന രംഗമാണ് അവിടെ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത്. രാജകുമാരനായി നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുതിരപ്പുറന്ന് ഇറങ്ങി നിന്നിട്ട് ആദ്യമായിട്ട് ബാലൻ, മഹാരാജാവേ, എന്നെ എന്തിനാണ് അനാഥ മന്ദിരത്തിലായിട്ട് വീണ്ടും കൊണ്ടുവന്നാക്കാൻ പോണത്? എന്തിനു വേണ്ടി എന്നെ ദത്തെടുത്തു? ഇത് കേട്ടോടുകൂടി രാജാവിന് കോപമാണ്. മോനെ, അങ്ങനെ സംസാരിക്കലടാ, അങ്ങനെ സംസാരിക്കല. നീ ഇവിടുത്തെ ഈ കൊട്ടാരത്തിലെ കാര്യകാരഗൗരവങ്ങൾ നീ മനസ്സിലാക്കണം. അച്ഛനും അമ്മയ്ക്കും പണമുണ്ടാക്കാനുമുള്ള വ്യഗ്രതയായിരുന്നടാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞനുസരിക്കണം. ഇത് കേട്ടോടുകൂടി എൻ്റെ കഥയിൽ ഞാൻ പറയാത്ത ഒരു മുത്തശ്ശി അതുവഴി നടന്നുപോയി. മോനെ, അങ്ങനെ സംസാരിക്കണം മോനെ. അന്തിയായി മുത്തശ്ശിക്ക് ഈ കൊച്ചിവിടെ നിന്ന് എന്തോരം പണിയെടുത്തരൂടാ, അവനെ കൊണ്ട് അനാഥ ബന്ധത്തിലാക്കില്ല മോനെ, ആന്ധ്രമന്ത്രമാണ്. ഇത് കേട്ടോടുകൂടി രാജാവിന് കലിസഹിക്കാൻ വയ്യാതായി. എന്താണ് മുത്തശ്ശി നിങ്ങളെ പറഞ്ഞു പോകുന്നത്? ഞാൻ ഇതോടുകൂടി ഇവനെ ഞാൻ അപ്പൊ തന്നെ ഈ മോൻ, അച്ഛൻ മഹാരാജാവേ, എന്നെ അനാഥ മന്ദിരത്തിലേക്കാക്കാതെ എന്നെ അങ്കമ്പാടിയിലേക്കാക്കിക്കൂടെ? ഇത് കേട്ടത് ഉടനെ മഹാരാജാവ് വാള് ഉറിയിൽ നിന്ന് ഊരിയെടുത്തിട്ട് പറഞ്ഞു, എന്ത് ധിക്കാരോ നീ പറഞ്ഞത്? നിന്നെ ഞാൻ അങ്കമ്പാടിയിലല്ലടാ, നിന്നെ ഞാൻ മലർവാടിയിൽ കൊണ്ടുവന്നാക്കൂടാ. ഇത് പറഞ്ഞോടെ കുതിരപ്പുറത്തേക്ക് മോനെ ഇട്ടുണ്ട് ഈ രാജാവ് കടന്ന് യാത്ര തിരിക്കുകയാണ്. ഇതോടുകൂടി എൻ്റെ മോണായിട്ട് അവസാനിച്ചു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഇതിൽ നിന്നും ഒരു സന്ദേശം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. മദ്യപാനം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന അനീതിക്കെതിരെയാണ് ഞാൻ ഈ സന്ദേശം അർപ്പിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്ന എല്ലാ സമ്മാനവും ഞാൻ അനാഥ പിള്ളേർക്ക് സംഭാവന ചെയ്തു.